ഹലോ ഗൈസ്, വെൽക്കം ടു ഹർഷാസ് വ്ലോഗ്. അപ്പം നാളെ തിരുവോണമാണ്. അപ്പം തലേ ദിവസം വിൽ ബി ബിസി. നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അയ്യപ്പ ടെമ്പിൾ ഏരിയയിൽ ഓണച്ചന്ത നടക്കുന്നുണ്ട്. വിളക്ക് കടയുടെ മുകളിലായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ, അതായത് നമ്മുടെ ഒരു ഡ്രസ്സ് തൊട്ട് എല്ലാ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ പല വെറൈറ്റീസ് ഓഫ് ചിപ്സും, പിന്നെ നാടൻ കൊണ്ടാട്ടം, നാരങ്ങ മിഠായി, പിന്നെ കായ, അതേമാതിരി കുറേ റൈസ് ഐറ്റംസ്, അതായത് പവിഴം പല ബ്രാൻഡിലുള്ളതൊക്കെ ഉണ്ട്. അതേമാതിരി വർക്കിംഗ് വിമൻസിനൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ റെഡിമെയ്ഡായിട്ട് നമുക്ക് അച്ചാറുകൾ കിട്ടും, പുളിയിഞ്ചി കിട്ടും, പിന്നെ പൊടികൾ, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. അതേമാതിരി പുട്ടുപൊടി, പിന്നെ പല ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണകൾ, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പപ്പടം പല ഷേപ്പിലുള്ളത്, അതായത് ദ സൈസ്, അങ്ങനെയുള്ള പപ്പടവും കിട്ടും. അതേമാതിരി പാലട കിട്ടും. പിന്നെ റിബണിൻ്റെ അട, അപ്പം ചിലർക്ക് പ്രഥമൻ വയ്ക്കാനുള്ള അടയുണ്ട്. അങ്ങനെ പിന്നെ മാങ്ങ അച്ചാറിടാൻ ആഗ്രഹമുള്ളവർ മാങ്ങയുണ്ട്, ഫ്രഷ്. ഇത് കൂർക്ക, ചേമ്പ്, അതായത് സ്റ്റെമ്മ്, കറിനാരങ്ങ, ഓൾ ദ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ വിസിറ്റ് ദിസ് പ്ലേസ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയും ഒക്കെ റെഡിയാക്കണം. പിന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങുകയാണ്. അത് ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് പച്ചക്കറിയൊക്കെ വാങ്ങിയത്. ആൻഡ് ഇറ്റ് ഈസ് സോ ചീപ്പ് കേട്ടോ ഇവിടുന്ന് വാങ്ങുന്നത്. എല്ലാം വളരെ അഫോർഡബിളാണ്. അങ്ങനെ ഒരുപാട് പച്ചക്കറി നമുക്ക് മേടിക്കാൻ കിട്ടും. ഓണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി പച്ചക്കറിയുടെ. പിന്നെ എൻ്റെ ഓഫീസിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങുന്നത്. ഈ തേങ്ങ വേണ്ട കേട്ടോ, കുറച്ച് വലിയ തേങ്ങ വേണം, വലുത് വേണം. ഞങ്ങളങ്ങനെ പർച്ചേസിങ്. ബീട്രൂട്ട് വേണ്ട. അങ്ങനെ ഇവിടെ നമ്മൾ 100 രൂപയ്ക്ക് 4, അത് 100 രൂപയ്ക്ക് 5 അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ജാടയാട്ടോ. ഈ കാണിക്കുന്ന അമരക്കയുടെ പയറുണ്ടല്ലോ, ഇത് ഞാനൊരു 1/4 kg വെച്ചപ്പോൾ അയാൾ തന്നില്ല ഗൈസ്. അയാൾ പറയുന്നത് മേടിക്കുവാണെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ മേടിക്കണം. നമുക്കിതും കൊണ്ട് ഒത്തിരി ഒന്നും മേടിച്ചിട്ട് എന്താ കാര്യം. അങ്ങനെ ഞാനത് മേടിച്ചില്ല. വരും വെണ്ടയ്ക്ക മാത്രം മേടിച്ചു, കറിവേപ്പിലൊക്കെ മേടിച്ചു, യാത്രയായി. അങ്ങനെ വീട്ടിലിതെല്ലാം കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു. ഇതൊക്കെ മതിയോ, ഇനി എന്തെങ്കിലും മിസ് ഔട്ടായോ എന്നൊക്കെ ഞാൻ മമ്മിയോട് ചോദിച്ചു. അപ്പോൾ ഈ മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് 10 രൂപയ്ക്കാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്താ വിലയാണ്. പിന്നെ 1 കിലോ ഇതൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ. 10 രൂപ, 20 രൂപ, 30 രൂപ. തേങ്ങ തന്നെ നോക്കി എത്ര വലുപ്പമുള്ളതാണ്. ആൻഡ് 25 റുപ്പീസിന് 1. സോ ഇറ്റ്സ് ഓൾ അഫോർഡബിൾ. സോ അങ്ങനെ ജ്യോതിയാനിയുടെ കടയിൽ നിന്ന് കുറച്ച് നാടൻ പച്ചക്കറികളും മേടിച്ച് അത് കംപ്ലീറ്റ് ആക്കി. എല്ലാം മഞ്ഞയോ? ഇത് കുരുകുരാന്നായിരുന്നു ഇവിടെ മമ്മി. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ഹർഷാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ മമ്മിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം അച്ചാറും പുളിയിഞ്ചി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഇന്ന് ഷെഫ്. സെയിം ജെയിൻ. ഓ അത് സാരമില്ല, ഓക്കെ, അത് വറീസില്ല. കഴിവ് നിൻ്റെ പാചകത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചീനിച്ചട്ടിയാണ്. ഇറ്റ്സ് ഓൾഡ് ആൻറ്റിക് പീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ചീനിച്ചട്ടി വന്നിട്ട് എൻ്റെ മമ്മി അച്ഛനും കല്യാണം കഴിഞ്ഞ സമയത്ത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അവർ ഹൈദരാബാദിലായിരുന്നു അവർ പോയപ്പോൾ ഈ ചീനിച്ചട്ടിയും കൊണ്ടാണ് പോയത്. അപ്പോൾ അറൗണ്ട് 35-36 ഇയേഴ്സ് ആയി. 37 ഇയേഴ്സ് ആയി ഈ ചീനിച്ചട്ടി. ചീനിച്ചട്ടിയുടെ പ്രായമാണ് പറഞ്ഞത്.
അതെ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഗൈസ്. ഓക്കെ, എണ്ണ ചൂടായെന്ന് തോന്നുന്നു. ചൂടായിട്ടില്ല. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ ചൂടായിട്ട് വേണം ഇടാൻ. ഓക്കെ, അപ്പോൾ ഇപ്പം ചെറുതായി മുരിഞ്ഞ് വരുന്നു. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ കുറേശ്ശെ ഇട്ട് നമ്മൾ ഇത് വറക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളിത് വറുത്ത് കോരണം. ഇവിടെ രണ്ടുപേരും കൂടെ മത്സരിച്ചാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മമ്മി അമ്മു. സോ കുമാരി വേഴ്സസ് ജൈനിയാണ് ഇന്ന് പാചകം. അപ്പോൾ മമ്മി ഇവിടെ ഇതാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, കറി നാരങ്ങ. അപ്പോൾ ഷീസ് ഗോണ പ്രിപ്പയർ ഇൻ ദിസ്. അപ്പോൾ ചീനിച്ചട്ടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം ഞാൻ പ്രോസസ്സ് കാണിച്ചു തരുന്നതാണ്. ഇവിടെ നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് മമ്മി? ഇതാണ് ഇതയം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര ഒഴിക്കണം? കുറച്ച്. അപ്പോൾ ആവശ്യത്തിന് ഇതയം നല്ലെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് ഇടേണ്ടതാണ്. ഒരു 3-4 സ്പൂണ് കടുക് ഇടുക. അപ്പോൾ അമ്മൂൻ്റെതാ ഏകദേശം ബ്രൗൺ കളറായി. ഇനിയും കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ വേണ്ട അല്ലേ, ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അപ്പം കരിയിക്കാൻ പാടില്ല. അപ്പം എപ്പോഴും ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യണം. വെളുത്തുള്ളി ഒരു 10 അല്ലിയാണ് എടുക്കേണ്ടത്, പിന്നെ ഒരു 3 പച്ചമുളകും. ഓക്കെ, സോ കണക്കൊന്നുമില്ല, നമ്മുടെ എരിവിനും രുചിക്കും അനുസരിച്ച് നമ്മൾ ഇടേണ്ടതാണ്. സോ ഇതിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൊരിയുന്നവരെ നമ്മൾ സ്റ്റിർ ചെയ്യണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റണം. ഇത് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ ഇതിലേക്ക് ഇടണം. നന്നായിട്ട് ഇളക്കുക. ഓക്കെ, ഇത് നന്നായി വാടണം. അപ്പം ഇത് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഗൈസ് ഈ ഒരു പരുവാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വി ഹാവ് ടു സ്റ്റിർ. ഇങ്ങനെ സ്റ്റിർ ചെയ്യേണ്ടത്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ആ കറി നാരങ്ങയുടെ ഒരു മണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. സോ ദാറ്റ് നല്ലൊരു റെഡ് ഓറഞ്ച് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു 2 സ്പൂണാണ്. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി. ഞങ്ങളൊരു 2.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കറി നാരങ്ങ, അതും റെഡ് കളർ അച്ചാറിടുന്നത്. അപ്പോൾ മമ്മി ഇനി ഒരു യെല്ലോ കളർ അച്ചാറും കൂടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യണം. സോ ചിലർ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കും, തിളപ്പിച്ച വെള്ളം ഒഴിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ അച്ഛൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച്. അതെ, പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കറിയായി പോകത്തില്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സ്റ്റിർ ചെയ്യാനേ പാടുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിനീഗറൊക്കെ ഒഴിച്ച് നമ്മൾ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, വിനീഗർ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രസമില്ല കാണാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇടേണ്ട സംഭവമാണ് കായം. അപ്പോൾ കായപ്പൊടി ഇടുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറിനും അരോമയ്ക്കും വേണ്ടിയിട്ടാണ്. സോ കുറച്ച് കായമിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം. ഇനി കുറച്ച് ജീരകപ്പൊടി ഇടണം. ഇത് മറ്റേ ജീരകമല്ലേ, നല്ല ജീരകം. ഓക്കെ, പെരുംജീരകം ഒന്നും ഇടല്ലേ, നല്ല ജീരകമാണ് പൊടിച്ച് നമ്മളിതിലേക്ക് ഇടേണ്ടത്. ഓക്കെ, ആൾക്കാർ ഉലുവാപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അത് നമുക്ക് പിന്നെ ഇടാവുന്നതാണല്ലോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്ത് ചേർക്കാവുന്നതാണ്, ഉലുവാപ്പൊടി. ഓക്കെ, മമ്മി ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഉലുവ എടുത്ത് വറുത്ത് പൊടിക്കാൻ പോവാണ് ഗൈസ്. അതാണ് ആത്മാർത്ഥത.
സോ ഇങ്ങനെ കരിയരുത്, നമ്മൾ നോക്കി സ്റ്റർ ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് കറക്കാവുന്നതാണ്. ഐ മീൻ പൊടിച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നമ്മൾ ഇതാ വറുത്ത് കോരിയിരിക്കുകയാണ്. ഇനി ഇത് ചൂടാറി കഴിയുമ്പം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. ചിലർ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വറുത്ത് കോരിയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് മമ്മി സ്റ്റൈലാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ നമ്മുടെ കറിനാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഉലുവയൊക്കെ ഇട്ട് സെറ്റാക്കി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ റെഡി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അമ്മ ഊതിയിട്ടൊന്ന് നോക്കടി, ടേസ്റ്റ് ചെയ്ത് നോക്ക് അച്ചാർ. ഹൗ വാസ് ഇറ്റ്? ഗുഡ്. ഓക്കേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണമ്മു? ഓക്കെ, നമ്മൾ കടുമാങ്ങയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഫസ്റ്റ് പ്രോസസ്സ് സെയിം ഇതേ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം അത് എണ്ണ നന്നായി ചൂടായി വരുമ്പം നമ്മൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് ഒരു കുറച്ച് നേരം, അതെ, ഒരു 1 or 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നന്നായിട്ടത് ഉള്ളിലേക്ക് പിടിക്കും. നമ്മൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 4 സ്പൂണ് കടുകിടണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് വീഴും. സോ കെയർഫുള്ളായിട്ട്. കുറച്ച് കുമ്പൊക്കെ അറിയാമെങ്കിൽ ഈസിയാണ്. ഇനി നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു 4 സ്പൂണ് മുളക് പൊടി ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇടുക. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കിട്ടുന്നില്ല. ഓക്കെ, പൊടിച്ചതാണോ അമ്മേ? കായം, കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കായം, അത് കുറച്ചിട്ടോ, ആ ഫ്ലേവർ നല്ലതാണ്. ഇനി നന്നായിട്ട് ഇളക്കണം. സോ ഇവിടുന്ന് മമ്മി ഞങ്ങൾക്കെല്ലാം ഇൻസ്ട്രക്ഷനും തരുന്നുണ്ട്. ഞങ്ങൾ അതനുസരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് ആ പച്ചപ്പൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് വിനീഗർ ഇടാം. കുറച്ചും കൂടെ ഒഴിച്ചു. മതി. അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് നന്നായിട്ട് ഇതാക്കുക. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മതി, കുറച്ചൊരു ചാറിനാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കണം അല്ലേ? ഇത് തിളയ്ക്കണം. മാങ്ങ ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാങ്ങ ഇട്ട് തിളപ്പിക്കരുത്. നിങ്ങൾ ഒരു 1 or 2 hours മാങ്ങ കട്ട് ചെയ്ത് അതിനകത്ത് ഉപ്പൊക്കെ പുരട്ടി നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ടിത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ്, കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മതി. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഉപ്പ് മാങ്ങയ്ക്കകത്ത് പുരട്ടിയതുകൊണ്ട് ഒരു നുള്ള്. അവള് ഉപ്പ് പോലും ഇടാതെ വായി വെച്ച് നോക്കി. കുറച്ച്, ബിക്കോസ് ഓൾറെഡി ഉപ്പ് നമ്മൾ പുരട്ടിയതാണ് അമ്മു, അപ്പോൾ കുറച്ച് മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം, ആറിയതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് യെല്ലോ കളർ അച്ചാറാണ്. സോ അതിന് സെയിം കറിനാരങ്ങ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വരും മഞ്ഞപ്പൊടി മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇടുകയാണ്. വെള്ളം പോലുള്ളത് ഇടണം. ഓക്കെ, ഉപ്പുവെള്ളമാണ്, അപ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ആ കറി ഗ്രേവി അത് വന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇടാൻ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സോ ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. സോ അതിൻ്റെ കളറൊക്കെ സൂപ്പർ. ഞങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് കളർ.
ഇതോ ഇങ്ങനെ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്ത കളർ ഇങ്ങനെ വരും. ഫ്ലാഷ് ലൈറ്റ് ഇട്ട് ഇങ്ങനെയാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കളറാട്ടോ, നല്ല റെഡിഷ്. ബട്ട് വീഡിയോയിൽ ഇത് ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത്. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. ഇതിവിടെ ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പുളി. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി, പച്ചമുളക് വേണം. പിന്നെ അടുത്തത് ഈ വെല്ലം. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വിസിറ്ററിനെ കാണാം. കൊറിയയിൽ നിന്ന് ഞങ്ങൾ വരുത്തിയതാണ് ഓണത്തിന് വേണ്ടി. ലിസ. സോ നമ്മൾ അടുത്തത് യെല്ലോ കളർ നാരങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിന് സെയിം നല്ലെണ്ണ ഒഴിക്കുക. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഇടുക. അപ്പോൾ അച്ചാറിന് ഒരുപാട് കടുക് ഇടണമെന്നാണ് മമ്മി പറയുന്നത്. അപ്പോൾ കടുക് ഇടുക. ഈ മമ്മി ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഗൈസ് നിങ്ങളത് മൈൻഡ് ചെയ്യരുത്. ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ ആരും പറയും ചെയ്യണ്ട. ഇതിപ്പം സത്യമായിട്ടും ഞാൻ നീ അടുത്തേക്കിറങ്ങി പെരുകുന്നത് ഇഷ്ടപ്പെടുന്നതേ. അതെ അതെ, അവരുടെ സാമ്രാജ്യത്തിൽ നമ്മൾ കൈയേറിയത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നാളെ എന്തായാലും നമ്മൾ നമ്മയ്ക്ക് വിട്ടു കൊടുക്കുന്നതാണ്. ഓ, അപ്പോൾ നാളെ നമ്മൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കടുക് പൊട്ടി തുടങ്ങി. കറിവേപ്പില ഇടുക. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആദ്യം മഞ്ഞപ്പൊടി ഇടണോ അതോ? ആഹാ, ഇതാരാ ഇത്? അടുത്ത കൊറിയൻകാരൻ വന്നിരിക്കുകയാണ്. ഇവരൊക്കെ കൊറിയയിൽ ഞങ്ങൾ ഇറക്കുമതി ചെയ്തതാണ് ഈ ഓണത്തിന് വേണ്ടി. അതെ അതെ. നിന്റെ പേര്? ഇവന്റെ പേര് ബംഗാളി. ഇത് നമ്മൾ ബംഗാളിൽ പിന്നെ ഒരാളെ നമ്മള് എവിടുന്നാ? റൊണാൾഡോ. ആ, ഇവിടെ ബോളും കൊണ്ട് റൊണാൾഡോനെ കാണിച്ചു തരാം ഗൈസ്. റൊണാൾഡോനെ കണ്ടോ? ഇദ്ദേഹം ഫുട്ബോൾ ഭ്രാന്തനാണ്. മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റുകയാണ് മമ്മി. അവിടെ ഇഞ്ചി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റ് നോക്കാമേ. മതിയാ? ഇനി അതിലേക്ക് നമ്മളിത് ഇടാൻ പോവാണ്. സോ അങ്ങനെ നമ്മുടെ നാരങ്ങ അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് വഴറ്റാം. സോ ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇടണം. സോ ഉലുവാപ്പൊടി, കായിട്ടില്ല, കായപ്പൊടി, ഇതൊക്കെ കോമൺ ആണ്. അവിടെ ഉണ്ട്. സോ അവിടെ നിന്ന് എടുക്കുക. നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. സോ ഇപ്പോൾ ഇത് യെല്ലോ കളറാണ് ഈ അച്ചാർ. ഇപ്പം അവ കിളക്കണമെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് പറയാലോ ലാസ്റ്റ് ഞാൻ വെച്ച അച്ചാറാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ആ വ്ളോഗറിനെ കൂടെ ഒന്ന് കാണിക്കാം. അതെ അതെ അതെ. അപ്പോൾ നമ്മളിവിടെ മഞ്ഞ കളർ. ഇതിലേക്ക് വെള്ളം ഒഴിക്കാമേ? ആ, പിന്നെ വിനാഗിരി ഇടണ്ടേ? എല്ലാം ഒരേ പ്രോസസ്സാണ്. എന്നാലും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യാത്ത നമുക്ക് പറയാത്താണ്. എല്ലാ ദിവസവും ആണല്ലോ. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം എടുത്ത് വെച്ചായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യൂ ഗൈസ്. അല്ല, അവന്മാർ കിടന്ന് കാര്യം മതിയാമേ? കായപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ. മീൻ വയൽ നമുക്ക് ആ ഓണച്ചന്തയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലോ? അപ്പോൾ ഗൈസ് ഇതിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. മീൻ വയൽ നമുക്ക് ഓണച്ചന്തയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. അതെ, അവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ചോണ്ട് വരാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓണച്ചന്തയിൽ വെച്ച് കാണാം. ഞങ്ങളിപ്പോൾ ഓണച്ചന്തയിലേക്ക് പോകണം. നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂരിൽ അവിടെ ചന്തയെന്നല്ലേ? അപ്പോൾ ഞങ്ങളത് കാണിച്ചു തരാം. അതൊരു കടയാണ്, ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുട്ടത്തല്ലേ? അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ചുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ ടു ചന്ത, ഓണച്ചന്ത. അപ്പോൾ ഇത് അയ്യപ്പ ഏരിയ ആണ്. ഫുൾ ഇവിടെയാണ് ഓണച്ചന്ത. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഓണച്ചന്ത. ഇതാണ്. ഇവിടെ നിന്നല്ലല്ലോ, നമ്മൾ വിളക്കടെ പോകണമെന്നല്ലോ. മുണ്ട് വെറുതെ മത്തങ്ങയോ ഞാൻ കൊണ്ടുവന്ന് ഒന്നുമില്ല. വാടി, നമുക്കിനി വിളക്കട്. ഗൈസ് ഇതാണ് ഓണച്ചന്ത. ഇവിടുന്ന് എല്ലാ സംഭവങ്ങളും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാം. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ ഓണത്തിനുള്ള എല്ലാ ഡ്രസ്സ് തൊട്ട് എല്ലാ സംഭവവും കേരള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വിളക്കുകട ഇവിടെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് പോകുന്നത്. NS ടെക്സ്റ്റൈൽസ് പൂജ സെൻറ്റർ. അപ്പോൾ ഇവിടുന്ന് ആദ്യക്കുട്ടനൊരു മുണ്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഇവിടെ ട്രെൻഡ്സിൻ്റെ താഴെയാട്ടോ.
ഇവിടെ ആരാ അതെ നല്ലൊരു മനുഷ്യനെ ആരാന്നോ അച്ഛനപ്പനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മുണ്ടുകളും എല്ലാം അപ്പോൾ എനിക്ക് ഇവിടെ ഓണക്കോടി വാങ്ങിച്ച ഇവിടെ നിന്നാണ്. സസ്പെൻസ്. ഇതൊക്കെ പല രീതിയിലുള്ള ഇതൊക്കെ എന്താ ബ്ലൗസോ? ബ്ലൗസൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ കുറേ ഐഡൽസ് ഒക്കെ കാര്യങ്ങളുണ്ട്. അല്ലല്ല ഇല്ല നീ നോക്ക് ആദ്യം എത്ര ഉണ്ട്. അവന് കറക്റ്റ് ആയിരിക്കുമല്ലോ. ആ അപ്പോൾ ഇനി ഒരു കുറച്ച് ദിസ് ഇസ് 13 ഒരു 10 എടുത്താൽ കറക്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഇഷ്ടപ്പെടുക കാണിച്ചേ ബ്ലാക്ക്. ആ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. പച്ച സിൽവർ വേണ്ട കേട്ടോ. ലൈക്ക് സിൽവർ. ഷീ ഡസൻ ലൈക്ക്. ആ പച്ച കൊള്ളാം അല്ലേ? ആ പച്ച കൊള്ളാം. ആ അത് കൊള്ളാം അല്ലേ? ഏതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നു വെച്ച് കണ്ടിട്ട് അത് രസപ്പെടും. ഛേ ഇത് രസമുണ്ട്. ആ ഷീ ഡസൻ ഹാവ് ബ്ലാക്ക്. പച്ച ബ്ലൗസ് ഉണ്ടോ? ബ്ലാക്ക് ബ്ലൗസ്. കറക്റ്റ്. വെരി നൈസ്. ഇറ്റ്സ് നൈസ്. സോ വിൽ ഗോ വിത്ത് ദിസ്. ഓക്കെ. അപ്പോൾ നമുക്ക് അച്ഛനൊരു ഷർട്ട് തിരിച്ചു വെച്ച് നോക്കിക്കേ. നോക്കട്ടെ. അല്ല അത് അവിടെ ഷോൾഡർ കറക്റ്റ് അല്ലേ? ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ലുക്സ്. ആ ഇതൊക്കെ ഇത് മതിയല്ലേ? ഇതും മുണ്ടും എടുത്തോ. അച്ഛൻ്റെ മുണ്ടുണ്ടല്ലോ ബ്ലാക്ക് കരമുണ്ട്. ആ ഇത് കൊള്ളാം അല്ലേ? സെയിം മമ്മിയുടെ അതേപോലെ ഒരു ദിസ് വിൽ ബി ഗുഡ്. ഓക്കെ ഫിക്സ്. കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പിള്ളേർക്കുള്ള അമ്മണിക്കൊക്കെ പറ്റിയ പാവാട ബ്ലൗസ് എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. അച്ചു ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ അവന് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി മുണ്ട്. സോ മമ്മിക്കും ബ്ലാക്ക് അച്ഛനും ബ്ലാക്ക്. സോ നമുക്കറിയില്ല നമ്മൾ ബ്ലാക്കിലേക്കാണ് പോകുന്നത്. അതാണ് സേഫാ. വിളക്കൊക്കെ ഉണ്ട്. വിളക്ക് മേടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് മേടിക്കാം. എന്താണിത്? പുട്ടുകുറ്റി 5300 രൂപ. എൻ്റെ അമ്മയെ പുട്ടുകുറ്റി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഗൃഹപ്രവേശത്തിന്. ആ ഓക്കെ. അപ്പോൾ നീ എന്നിട്ട് ഗൃഹപ്രവേശത്തിന് ഇത് ഗിഫ്റ്റ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യണം? തിരിച്ച് നീ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരും. ഓൾ ഷോ പീസ് എവിടെ അച്ചു? ഇതേ നോക്കട്ടെ. കം ഔട്ട് സൈഡ്. യാ നൈസ് ആയിട്ടുണ്ട്. ഓക്കെ ഗുഡ്. ആ ഇതും കൂടെ മാച്ചായിരിക്കും. ശരിയായി. സൂപ്പർമാൻ. അച്ഛനും നിനക്ക് ഒന്നും തന്നെ അല്ലായിരുന്നോടാ? ബാക്കിൽ അങ്ങനെ ആദ്യക്കുട്ടനൊരു മുണ്ടെടുക്കാൻ പോയത്. അവസാനം എല്ലാവർക്കും ഡ്രസ്സും എടുത്ത് ഞങ്ങൾ ആ കടയിൽ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിക്കുന്നത്. കമോൺ ലെറ്റ്സ് ഗോ. ഇവിടെ വരാൻ നോക്കിയതാ ബട്ട് ഗൈസ് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും ഓണം ആയതുകൊണ്ട് അടച്ചു പോയിരിക്കുകയാണ്. ഞങ്ങൾ ഇനി വയനാട്ടിലൊന്ന് പോയി നോക്കട്ടെ അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വയനാട്. എത്ര പൊറോട്ട വേണം? അല്ല അവന് ഒന്നേ കഴിക്കത്തുള്ളൂ. ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ട. അങ്ങനെ എത്ര പൊറോട്ട വേണമെന്നൊക്കെ ഒരു തീരുമാനമായി. ഞങ്ങളൊരു 14 പൊറോട്ട മേടിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു വയനാട് നിന്ന്. ഇനി കറി നമ്മൾ ന്യൂ അങ്കിൾ കിച്ചൺ എന്നാണ് കുറുമ മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നോൺ വെജ്. അപ്പോൾ വി ആർ ജസ്റ്റ് ഗോയിങ് ടു അങ്കിൾ കിച്ചൺ.
സോ ഞങ്ങൾ അങ്കിൾ കിച്ചണിൽ കുറുമ മേടിക്കാൻ പോവാണ്. വി ലൈക്ക് അങ്കിൾ കിച്ചൺ ഡിഷസ്. അവിടെ ഒരാൾ കാത്തിരിക്കുകയാണ് നമ്മുടെ കുറുമയ്ക്ക് വേണ്ടി. കുറുമ റെഡിയായി. വാടാ, അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവാണ്. പക്ഷേ എന്നിട്ട് ഞങ്ങളൊരു കാര്യം മറന്നു. എന്താണ് മറന്നേ? ഇനി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും മമ്മി നമ്മളെ വെച്ചേക്കില്ല. അപ്പോൾ മമ്മിക്ക് ഒരു ഐഡിയ ചെയ്യാം, ഓണക്കോടി കൊടുത്ത് നമുക്ക് സന്തോഷിപ്പിക്കാം. എന്നാലും തെറി വിളിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്ക് മമ്മി ഇവിടെ തേങ്ങയൊക്കെ വറുക്കുകയാണ് തീയലിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ സദ്യയ്ക്ക് തീയൽ വെക്കാറില്ല, പക്ഷേ ഞങ്ങളുടെ സൈഡിൽ ആലപ്പുഴ കായംകുളം സൈഡിലൊക്കെ ഞങ്ങൾ സദ്യയ്ക്ക് തീയലും കുറച്ച് വിളമ്പും. അപ്പോൾ അതിന് മെയിനായിട്ട് ഈ തേങ്ങയും പിന്നെന്തുവാ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് പെരിഞ്ജീരകവും ചേർത്ത് വഴറ്റണം. ഇപ്പം എന്തോ ഉണ്ടാക്കുന്നത്? നീ കമ്മി അതെങ്ങനുണ്ട് കാണിച്ചേ? ഇപ്പത്തെ സൈഡാ ഇഷ്ടപ്പെട്ടോ? അല്ല ഇത് മമ്മിക്ക് ഇല്ലല്ലോ. അമ്മയ്ക്ക് അപ്പം മമ്മി ഞങ്ങൾ പോയ ഗ്യാപ്പിൽ തീയലിന് വേണ്ടി തേങ്ങയൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നാളെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവും. അത് കാരണം കൊണ്ട് മമ്മി ഇത് വേഗം റെഡിയാക്കി വെച്ചു. സോ ദാറ്റ് നാളത്തേക്ക് ഞങ്ങൾക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ കൂട്ടുകറിക്കും എരിശ്ശേരിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മേക്കിംഗ് ദ വർക്ക് മോർ ഈസി. പിന്നെ കുറച്ച് വൻപയറും പിന്നെ കടലയും നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. സോ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വേവിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ നല്ല വിശപ്പ്, പൊറോട്ടയും കുറുമക്കറി റെഡി കഴിക്കുകയാണ്. അച്ചു വാടാ. അപ്പോൾ ഇവിടെ പയറും വറുത്ത് വെച്ചിട്ടുണ്ട് നാളെ പരിപ്പ് കറി ഉണ്ടാക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ഹാഫ് മൂങ് ദാൽ, അതായത് ചെറുപയർ അല്ലെങ്കിൽ അതിൻ്റെ ബ്രോക്കൺ ചെറുപയറും യൂസ് ചെയ്തിട്ടുണ്ടാക്കാം കേട്ടോ. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ടു മേക്ക് ദി ഇഞ്ചി. അപ്പോൾ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് കടുക് ഇടണം. അത് കഴിഞ്ഞിട്ട് അതിട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഹലോ, നിങ്ങൾ എപ്പോഴാണ് ഓണപ്പൂ അത് അത്തപ്പൂ ഇടുന്നത്? എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ എന്തൊരു ഉന്മേഷമായിരുന്നു. ഞങ്ങൾ എത്ര അടിപൊളിയായിട്ടാണെന്നറിയോ. ആ ടി വി ഒക്കെ ഓഫ് ചെയ്യേ ചെല്ല്, നിങ്ങൾ പോയി അത്തപ്പൂ ഇടും. അപ്പോൾ ഞങ്ങൾ ആദ്യം കടുക് ഇട്ടു. കടുക് പൊട്ടണം. എല്ലാ പൂവും കടുക് പൊട്ടിത്തുടങ്ങി. എൻ്റെ വേത്തോടൊക്കെ നിറച്ച്. ഓ മൈ ഗോഡ്, ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം ഇവിടെ പാചകം ചെയ്യാൻ. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വച്ചൽമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടുക. ഓക്കെ, ഇത് വഴണ്ട് വരുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞങ്ങൾ ഇടുന്നത്. അത് നന്നായിട്ട് വഴട്ടുക. മഞ്ഞപ്പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട. സോ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വഴട്ടുക. ഇനി ഇതിലേക്ക് വറുത്ത് കോരി വെച്ച ഇഞ്ചി, വറുത്ത് കോരിയല്ല, വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ്, വറുത്ത് കോരി പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇട്ടോ. അങ്ങനെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ അതിലേക്ക് ഇട്ട് വഴട്ടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പുളിവെള്ളം, നമ്മൾ ഓൾറെഡി പുളി വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിടണ്ടേ? ഉപ്പ് വേണ്ട. ഉപ്പ് കുറച്ച്, മെയിൻ പ്രാധാന്യം ശർക്കരയാണ്. സോ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു നുള്ളു ഉപ്പിട്ടോ. മതി മതി.
അമ്മു ഏത് സമയം ഹൈ ഫ്ലെയിമിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നല്ല മണം വരുന്നുണ്ട്. വാവ്. ഇനി നമ്മൾ പുളിവെള്ളം കുറച്ചും കൂടെ ഒഴിക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് തിളക്കണം. അടുത്ത് നമ്മൾ ശർക്കര ഇടുകയാണ്. ചിലർ വറുത്ത് പൊടിക്കാതെ അങ്ങനെ പച്ചയ്ക്ക് ഇടുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളിത് വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത്. ചിലർ ഇതിനകത്ത് കിടന്ന് മെൽറ്റ് ആവട്ടെ. ഓക്കെ, ഇനി ഇത് ബ്ലാക്ക് കളർ, ചിലർ ബ്ലാക്ക് കളർ ഇതാക്കത്തില്ല. അത് എന്തോ അതെനിക്കത് കരിപ്പട്ടി ആയിരിക്കും ഇടുന്നത് അല്ലേ? ഓക്കെ, അതെ അതെ. പച്ചമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇടുക. ഓക്കെ, ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ ഉണ്ട മൊത്തം അരിയണം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. പ്രത്യേകത ഓട്സ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാ ഈ ബാറ്റർ ഉണ്ടാക്കിയെന്ന് നമുക്ക് മമ്മിയോട് തന്നെ ചോദിക്കാം. മമ്മി പറയാമോ എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്ത്? അതന്നെ. ഓക്കെ, മിക്സിയിലിട്ട് അടിച്ച് ഓക്കെ 5 മണിക്കൂർ ആയതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഓട്സ് ആണിത്. ഇത് സംതിങ് ഡിഫറെൻറ്റ്. മമ്മി കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ വരുമെന്ന് നമുക്കറിയില്ല. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഷീസ് ട്രൈയിങ്. അപ്പോൾ ഓട്സ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ളുതാ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ആൻഡ് പാളാന്തോടം പഴമാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ശർക്കരയുണ്ട്. അപ്പോൾ എന്നിട്ട് തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. പിന്നെ എത്ര അമ്മേ? അപ്പോൾ ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങളിങ്ങനെ വെക്കണം. അപ്പോൾ ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട്. കറിയോ? പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് നേരിട്ടത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്യാനാ, ഈ ഓപ്പോ ഫോൺ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. വേറെ കളർ ഫിൽറ്റർ ഇവർക്കും കൊടുക്കുന്നുണ്ട്, നമുക്ക് മാത്രമല്ല. വാവ്, നൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചി കറി ഈസ് റെഡി. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റൈലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ മമ്മി സ്പെഷ്യലാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞതെന്ന്. അപ്പം നീ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്നാണ് മമ്മി പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതാ ഒരു ഉണ്ടയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മധുരം ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടിയാൽ അടിപൊളി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇവരൊക്കെ എവിടെയാണ്? ഞാൻ അത്തപ്പൂ ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമുക്ക് നോക്കാം അവരെന്താ ചെയ്യുന്നതെന്ന്. അവിടെ എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഇവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നോക്കൂത്തികളെ പോലെ ഇരിക്കുക അല്ലേ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നില്ല. അച്ചു ആണ് ഇവിടെ കലാകാരൻ. എന്താണ് അച്ചു, എന്ത് ഡിസൈനാണ് നീ ചെയ്യാൻ പോകുന്നത്? ഇതാണോ ഡിസൈൻ? വള്ളംകളിയൊക്കെയാണ്. ഓക്കെ, നോക്കട്ടെ അച്ചുവിൻ്റെ കല എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡിസൈൻ സെലക്ട് ചെയ്ത ആൾ ഇതാണ് കേട്ടോ. ഈ റൊണാൾഡോ ആണ്. റൊണാൾഡോൻ്റെ ഡ്രസ്സിൻ്റെ കണ്ടില്ലേ? അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തതാണ്. സോ ഇത് ഡിസൈൻ ചെയ്തത് ആദിക്കുട്ടൻ തന്നെയാണ്. ആൻഡ് യു ക്യാൻ സീ ആദി റൊണാൾഡോ കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടീഷർട്ട്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആദിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദി റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആദിക്കുട്ടൻ്റെ കയ്യിൽ പല ഡിസൈൻസും ഉണ്ട്. അപ്പോൾ അത്തപ്പൂവും അവൻ സെലക്ട് ചെയ്ത ഡിസൈനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരം വേണ്ട, ഇത് സെന്ററിൽ ഇവിടെ. അപ്പൊ ഈ ഊഞ്ഞാല് നീ ഇവിടുന്ന് മാറ്റേണ്ടി വരുമായിരിക്കും. നോട്ട് റിക്വയർഡ്. സെന്റർ എവിടെയാന്ന് വരച്ചിട്ട്. അപ്പൊ ഇവിടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് ഉണ്ണിയപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി റെഡി ആയിരിക്കുകയാണ്. ഇതാ ഈ ശർക്കരയും കൂടെ ഒന്ന് അലിഞ്ഞ് ചേരണം. ഇപ്പോൾ നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ ഓഫ് ചെയ്താൽ, പക്ഷെ ഇതിലും ഡാർക്കാണ് കേട്ടോ. എനിവേ ഈ ഒരു ഉണ്ടയും കൂടെ ഒന്ന് അലിയണം. മീൻവൈൽ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കുഴിക്കകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞങ്ങളെല്ലാം ഈ പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ കുഴിയിലും ഇതുപോലെ യു ഹാവ് ടു ഫിൽ ദി ഓയിൽ. ഇത് ചൂടാകുമ്പം നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും. കുറേ ഒഴിക്കണം നമ്മൾ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ കുഴിക്കകത്തോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കണ്ടോ, ഇങ്ങനെ നമ്മൾ എല്ലാ കുഴിക്കകത്തും ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്, ഓട്സ് ഉണ്ണിയപ്പം. ഓക്കെ, സഫോല ഓട്സ് ആണ് മമ്മി യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അല്ല കേട്ടോ. അതെ, പൈസ കൊടുത്ത് ചെയ്യുമല്ലോ. അതെ അതെ. എല്ലാവർക്കും ഒരു ഇതുണ്ട്, ഹർഷ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ ഓരോ ദിവസം വീഡിയോ ഇടുന്നതെന്നൊരു ഇത്. അതൊന്നുമല്ല, ഞാനിത് റവന്യൂവിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇതെൻ്റെ ഒരു പാഷനാണ്. എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കാൻ, റീൽസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ പണ്ട് തൊട്ടേ മ്യൂസിക്കലി, ഡബ് സ്മാഷ്, ടിക്ടോക്കൊക്കെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ മരണ വീട് പോലെയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ പക്ഷേ ഇപ്പോഴും ഞാൻ ആ ടിക്ടോക്ക് ആപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാലത്ത് ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് ഫോർ റവന്യൂ ഓർ സംതിങ്. ഐ ലവ് ടു ഡു ഇറ്റ്. ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കുക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, എല്ലാത്തിലും ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്. ആൻഡ് യു വിൽ ബി ലിവിങ് ഇൻ ദ പ്രസൻറ്റ് നൗ. അപ്പം ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വരുമ്പോഴത്തേക്ക് ഇതും റെഡി ആയിക്കോളും. എണ്ണം നമ്മൾ തിരിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സോ ഇറ്റ്സ് ലൈക്ക് ഗോതമ്പ് പൊടിയുടെ ഇത് തന്നെ. പതുക്കെ നമ്മൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പണിയാരമൊക്കെ ഉണ്ടാക്കുന്ന. വാവ്. സോ ഇങ്ങനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക, സ്ലോലി. സോ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ട്രിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ടൻ. അപ്പോൾ നമ്മുടെ ഓട്സ് ഉണ്ണിയപ്പം ഇതൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞൂട്ടൻ ടേസ്റ്റ് ചെയ്തോടാ, നീ അല്ലേ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞേ ഹൗ ഇസ് ഇറ്റ് നോക്കട്ടെ. ചൂടില്ല, കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ. കറുമുറ് നിൻ്റെ ഫേവറേറ്റ് ഓട്സ്. തിന്ന് കഴിയുന്നതിന് മുന്നേ നീ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ എല്ലാവരും ഓട്സ് ഉണ്ണിയപ്പം ട്രൈ ചെയ്യൂ. മഹേഷൻ എത്തിയോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഓട്സ് ഉണ്ണിയപ്പം. കൊള്ളാമോ? മമ്മിയുടെ പുതിയൊരു റെസിപ്പിയാണ്, ഓട്സ് കൊണ്ടുള്ള. നൈസ് നോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇവിടെ എന്തായി, പൂ പറിച്ചോണ്ടിരിക്കണോ? ഓക്കെ, എന്താ ചെയ്യാ, എവിടെ ചെന്നാലും എന്താ എന്താ എന്നെ പറയുന്നൊരു ഡയലോഗില്ലേ മറ്റേ കല്യാൺ രാമനകത്ത്, എല്ലായിടത്തും എൻ്റെ കൈ എത്തണമെന്ന് പറഞ്ഞാൽ അച്ചുവേട്ടൻ്റെ കൈ എത്തണം. പറിച്ചിടൂ ഗൈസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നേ വർഷങ്ങളായിട്ട്. ഇനി നിങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുന്നു. ഒക്കെ വയ്യ, ചെയ്യടി അങ്ങോട്ട്. കഷ്ടപ്പെട്ട് ഇങ്ങനെ പൂ പറിച്ചോണ്ടിരിക്കുന്ന ഒരാൾ അവിടെ റീൽസ് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉത്രാടത്തിൻ്റെ അന്ന്, ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങൾ പർച്ചേസിങ്ങും അച്ചാറിടലും ഉണ്ണിയപ്പം പിന്നെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ നോക്കലും പൂ പറിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ തലേ ദിവസത്തെ ഓണം? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒക്കെ വക ഹാപ്പി ഓണം. സോ എൻജോയ്. അപ്പോൾ മറ്റൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.